ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ എപ്പോഴാണ് റിന്യൂ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞാൻ കൂടുതൽ NSP റിലേറ്റഡ് വീഡിയോസാണ് ചെയ്യാറ്. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ റിലേറ്റഡ്, അതുപോലെ സ്കോളർഷിപ്പിനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് ഐഡിയാസും ഞാൻ തരാറുണ്ട്. അപ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷൻസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ എപ്പോഴാണ് NSP ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ടതെന്നാണ് നോക്കാൻ പോണേ. ഫസ്റ്റ് തന്നെ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അഡ്മിഷൻ എടുത്തതിൻ്റെ പ്രൂഫ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും, നമ്മൾ അവിടെ ചേർന്നതിൻ്റെ ഒക്കെ. സോ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് കുറേ പേര് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ സെക്കൻഡത്തേന്ന് പറയുമ്പോൾ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. മെയിൻ ആയിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും നിങ്ങൾ ഇതിൽ നിന്ന് എടുക്കണം എന്നില്ല. പിന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഫോണിൽ വെക്കുന്നത് നല്ലതായിരിക്കും, നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്യണവരാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ വേറെ വല്ല CSCയിലോ അക്ഷയയിലോ പോയി അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവിടെ അവർ സ്കാൻ ചെയ്ത് തന്നോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഡോക്യുമെൻറ്റ്സ് കയ്യിലുണ്ടായിരിക്കണം. എല്ലാത്തിൻ്റെയും സ്കാൻഡ് കോപ്പി നിങ്ങളുടെ ഫോണിലുണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് റിന്യൂവൽ എന്ന് പറഞ്ഞത്. ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഫസ്റ്റ് ഇയർ കിട്ടിയെന്ന് മാത്രം പോരാ, നെക്സ്റ്റ് ഇയർ നിങ്ങൾ റിന്യൂ ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറത്തെ മണി നിങ്ങൾക്ക് കിട്ടില്ല. സോ ക്യാഷ് എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആണെങ്കിൽ നിങ്ങൾ റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്യാത്തവർക്ക് പിന്നെ ഒരു വഴിയുമില്ല, നിങ്ങൾക്ക് ഇനി അഥവാ സ്കോളർഷിപ്പ് തുടർന്ന് കിട്ടണമെന്നുണ്ടെങ്കിലും. സോ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യൽ മാത്രമല്ല, റിന്യൂവൽ ചെയ്യലും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ NSPയിൽ ഏതൊക്കെ സ്കീംസാണ് ഉള്ളത്, അതൊക്കെ ഏതൊക്കെയാണ് ഓപ്പൺ ചെയ്തതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായി. സോ ഇനി ഓരോ സ്കീംസിനും പറ്റിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ ഈ മന്ത് ഇടുന്നതായിരിക്കും. കാരണം ഈ മന്ത് എല്ലാവരും അപ്ലൈ ചെയ്യൽ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് എല്ലാവരും അപ്ലൈ ചെയ്യേണ്ടത്. സോ ഈ ഒരു മന്തിൽ ഞാൻ ആ സ്കീംസിനെ പറ്റി ഒരു ചെറിയ ബ്രീഫ് ഐഡിയ എന്നുള്ള രീതിയിൽ വീഡിയോസ് ചെയ്യുന്നുണ്ടാവും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്കീം ഡീറ്റെയിൽസ് നോക്കാനാണെങ്കിലും എൻ്റെ പ്ലേലിസ്റ്റിലായാലും FAQസും എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ പ്ലേലിസ്റ്റുകളൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ റിന്യൂവലിനുള്ള ഡേറ്റ് വന്നാൽ ഞാൻ എൻ്റെ ചാനലിൽ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നാലാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എത്തുള്ളൂ. പിന്നെ റിന്യൂവൽ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ ഒരു വീഡിയോ ക്ലിയർ ആയിട്ട് ചെയ്യാം. ഇനി എൻ്റെ ചാനൽ കണ്ടില്ല എന്ന് വെച്ചാലും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെയിലേക്ക് ലോഗിൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, അവിടെ ഒരു പ്രൊസീഡ് ബട്ടൺ വന്നിട്ടുണ്ടാവും നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ നേരെയായിട്ട്. അപ്പോൾ ആ പ്രൊസീഡ് ബട്ടൺ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിന്യൂവൽ ചെയ്യാനുള്ള ഡേറ്റ് ആയെന്നാണ് അർത്ഥം. പ്രൊസീഡ് ചെയ്തതിന് ശേഷം റിന്യൂ ചെയ്യുക. അതൊരു അത്യാവശ്യം വലിയ സ്റ്റെപ്പൊന്നുമല്ല, ജസ്റ്റ് വേഗം കഴിയുന്ന ഒരു സ്റ്റെപ്പാണ്. സോ അത് ചെയ്യാതിരിക്കരുത്, നിങ്ങൾ ആ ഒരു ഇതിനെ പോവും. സോ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ കൂടുതൽ NSP റിലേറ്റഡ് വീഡിയോസാണ് ചെയ്യാറ്. സോ എലിജിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതും എങ്ങനെയാണ് ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതും ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. സോ അത് ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും വേണമെങ്കിൽ കൊടുത്തേക്കാം. പിന്നെ ഒരു FAQ പ്ലേലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കി, എൻ്റെ ചാനലിൽ ചെന്ന് പ്ലേലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ FAQs എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് കാണാം. അതിൽ മെയിൻലി എല്ലാവരും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ആയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കണേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. കൂടുതൽ ആൾക്കാരുടെ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിൽ. സോ നിങ്ങളുടെ ഡൗട്ട്സ് അതിലേതെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ക്ലാരിറ്റിയിൽ കിട്ടും. സോ അതൊന്ന് ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. അപ്പോൾ എൻ്റെ ചാനലിൽ മെയിനായിട്ട് 3 പ്ലേലിസ്റ്റുകളുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഫസ്റ്റത്തെ NSP സ്കോളർഷിപ്പ് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇനി ചെയ്യാൻ പോകുന്ന മൈനോറിറ്റി സ്കോളർഷിപ്സിന്റെ വീഡിയോസ് ഒക്കെ ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ FAQs, അതായത് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, കമന്റ്സിൽ കുറേ പേര് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതെല്ലാം FAQs എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലാവും ഉണ്ടാവുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ വേറെയും കുറേ വീഡിയോസ് ഇത് റിലേറ്റഡ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം അതും പോയി ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ പ്ലേലിസ്റ്റുകളും ചെക്കൗട്ട് ചെയ്യുക. ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.